വണ്ടി ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ സ്റ്റക്കായി. അപ്പോൾ പല ആളുകൾ വന്നിട്ടുണ്ട് ഗൈസ് ഹെൽപ്പ് ചെയ്യാൻ. അവിടെ ഒരു അപ്പൂപ്പനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആണെങ്കിൽ 85% പറയുന്നത് രാത്രിയിൽ സ്നോ, നാളെ രാവിലെ 75% ഉണ്ടെന്ന് പറയണു. അങ്ങനെയാണെങ്കിൽ ശ്രീനേട്ടൻ നാളെ കുട്ടികളെ സ്കൂളിൽ വിടേണ്ടി വരും. ഇറ്റ് ഈസ് വെരി കോൾഡ്. ദാ സ്നോ തുടങ്ങിട്ടോ. ഇന്ന് സൺഡേ ആണ്, January 25th. നാളെ January 26th. എല്ലാവർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ. ഞാൻ കേരളത്തിൻ്റെ പെവലിയൻ്റെ ഒരു ട്രയൽ റൺ ഇന്ന് കണ്ടായിരുന്നു. അടിപൊളിയാണ്, എല്ലാവരും കാണുക. दक्षिण भारत केरल की इस झांकी में देखिए भारत की पहली वाटर मेट्रो और 100% डिजिटल साक्षरता की उपलब्धि को, आत्मनिर्भरता का मंत्र, ग्रामीण परिवेश में डिजिटल साक्षरता की ब्रांड एम्बेसडर श्रीमती सरसू को स्मार्टफोन और लैपटॉप पर काम करते हुए देखा जा सकता है. പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പം January 26th നമ്മളിങ്ങനെ രാവിലെ TV-യുടെ മുന്നിൽ പോയിരിക്കും റിപ്പബ്ലിക് ഡേ പരേഡ് കാണാൻ വേണ്ടിയിട്ട്, ഫ്ലാഗ് ഹോസ്റ്റിങ്ങും ഒക്കെ. ഞങ്ങളൊക്കെ ഹരിയാന സ്റ്റേറ്റിൽ, അപ്പോൾ ഞങ്ങളുടെ സ്റ്റേറ്റിൻ്റെ ഇത് വരുമ്പം ഞങ്ങൾ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ, പവലിയൻ വരുമ്പോൾ. അതേ കൂട്ട് ഓരോ സ്റ്റേറ്റിൻ്റെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഇയറിംഗ് ഹോൾ വീഡിയോ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടായിരുന്നോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. പിന്നെ ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ആ വീഡിയോ ഓൾറെഡി കണ്ട് കാണും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് സൺഡേ ആണ്, എങ്ങും പോയിട്ടൊന്നുമില്ല. തണുത്ത് വരച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുക. അതിൻ്റെ കൂടെ സ്നോയും കൂടെ പെയ്യുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിരിക്കും. ആ ലൈറ്റിൽ കൂടെ കാണാം. ഞങ്ങൾ ശാപ്പാട് രാമൻ കാണുവാണ് ഗൈസ്. ഇത് കണ്ടുകൊണ്ടിരിക്കും ചില സമയത്ത്. ഇയാൾ എങ്ങനെ ഇത്ര ഭക്ഷണം കഴിക്കണമെന്ന് എനിക്കറിയില്ല. 1 feet എങ്കിലും പെയ്തിട്ടുണ്ട്. ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുക. രാത്രി തുടങ്ങിയതാണ്. ഇന്ന് സ്കൂളൊക്കെ അവധിയാണ്. രാവിലെ മെസ്സേജ് വന്നു സ്കൂളിൽ നിന്ന്. ഇതാ വൈകക്കുട്ടി ഓടി എണ്ണിച്ച് വന്നു. ഇപ്പോൾ 8 മണിയാവുന്നു. അയ്യോ എന്നെ വിളിച്ചില്ലേ. ഇതാ സ്കൂളിൽ നിന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു, സ്കൂളില്ല പറഞ്ഞിട്ട്. എനിക്ക് ഓഫീസുണ്ട്, പക്ഷെ സൗപ്പൂന് സ്കൂളില്ല. വൈകക്കുട്ടിക്കും സ്കൂൾ അവധിയാണ്. ഈശ്വര, ഇത്ര ഇന്നും സ്നോ ആ തോന്നല്ലേ, ഫുൾ ഡേ സുനിട്ടാ. ഓ മൈ ഗുഡ്നെസ്. ഇത് കഴിഞ്ഞ ആഴ്ച പെയ്തേക്കാട്ടിലും കൂടുതലും സ്നോ ഉണ്ട് തോന്നുന്നു കേട്ടോ. ഇപ്പോഴും സ്നോ പെയ്യാണ്. സ്നോ സ്ട്രോം വാർണിംഗ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് സ്കൂളൊക്കെ അവധിയാണ് ഗൈസ്. ഈ സ്നോയിൽ എങ്ങനെയാണ് കുട്ടികൾ പോവുക? വൈകക്കുട്ടി എന്താ പ്രശ്നം ഇപ്പോൾ? ഓൺലൈൻ ക്ലാസ് ഉണ്ടോ? ഓ, അത് എത്ര മണിക്കാ? സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഒക്കെ അയച്ചു തന്നോ അവര് ക്ലാസ് ഗ്രൂപ്പിലായിട്ട്? എൻ്റെ ഫോൺ നനയും, അമ്മയ്ക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല. DHL ഉണ്ടോ നോക്ക്, എൻ്റെ കൊറിയർ വരാനുണ്ടായിരുന്നു. പോയി, എല്ലാം പോയി. അയ്യോ പോയി. ശരി, വന്നിട്ട് എടുക്കും. പിങ്ക് ബൂട്ട്സ്, പിങ്ക്. Look at that funny. I don't know. I woke up in the morning at 4:30. I got ready and I was studying. Atta told me you put your phone to do not disturb and you did not hear. And I just didn't want to do snooze my alarm, so I just put in do not disturb. എനിക്കത് തരാൻ പറ്റില്ല ഗൈസ്. ഞാൻ വീട്ടിലിരുന്ന് അമ്മ വേണ്ട, എൻ്റെ കൈയൊക്കെ ഇപ്പൊ പനി അങ്ങോട്ട് മാറിയിട്ടേ ഉള്ളൂ. He's trying.
പാവം നോക്കൂ, ഒരു വണ്ടി ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ സ്റ്റക്കായി. അയാൾക്ക് വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. ഓൾറെഡി അവർ വാർണിംഗ് ചെയ്തതാണ്, എന്നിട്ടും ആളുകൾ അയാളിപ്പോൾ വീണിന്. അയ്യോ, അയാൾ കൈവച്ച് വലിക്കരു ഷീനേട്ടാ, പോയി സഹായിക്ക്. ഷീനേട്ട ഗ്ലൗസും ഇട്ടിട്ടില്ല. അവിടെ പോയിക്കണു, ഷീനേട്ട ഹെൽപ്പ് ചെയ്യാൻ പോയിക്കണേ. ഗ്ലൗസും ഇട്ടിട്ടില്ല. അപ്പോൾ പല ആളുകൾ വന്നിട്ടുണ്ട് ഗൈസ് ഹെൽപ്പ് ചെയ്യാൻ. അവിടെ ഒരു അപ്പൂപ്പനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാനും കരണ്ടിയൊക്കെ കൊണ്ട് അയാളെ ഹെൽപ്പ് ചെയ്യാൻ പോയി. അപ്പോഴത്തേക്ക് അവിടെ 2-3 ആളുകളൊക്കെ വന്നു. കാണാൻ നല്ല രസമാണ് കേട്ടോ. എനിക്ക് സ്നോ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടാവും. കണ്ടില്ലേ, ഞങ്ങളുടെ ഗേറ്റ് നോക്കൂ. ഇതിനകത്ത് കയറണമെങ്കിൽ നമ്മൾ അയ്യോ കഷ്ടമുണ്ട്. അയാൾ കുറേ നേരം കൊണ്ട് കഷ്ടപ്പെടുകയാണ്. ഞങ്ങളുടെ ഇവിടുത്തെ സ്നോ അയ്യോ എൻ്റെ ബൂട്ട്സ് മൊത്തമായി. ഓ ഇത് നോക്കൂ ഗൈസ്, കേക്ക് എടുക്കുന്ന മാതിരി എടുക്കാം. ഗൈസ് ഞാൻ പോയിട്ട് കുറച്ച് നേരം സഹായിക്കാൻ നോക്കിയിട്ട് തിരിച്ചു വന്നു. അതൊന്നും പറ്റുന്നില്ല. ഇപ്പം അപ്പുറത്തെ വീട്ടുകാരൊക്കെ സൗണ്ട് കേട്ടുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ശ്രീനേട്ടനും വൈകക്കുട്ടിയും ഇപ്പോഴും അവിടെ തന്നെ നിൽപ്പുണ്ട്. ശ്രീനേട്ടനൊന്നും നോക്കിയിട്ടത് പറ്റണില്ല, അത് അത്ര സ്ലിപ്പറിയാണ്. അയാൾക്ക് സ്റ്റിയറിംഗ് കൺട്രോളിൽ കിട്ടുന്നില്ല. പിന്നെ വണ്ടി എന്തോ ഭാഗ്യത്തിന് ഈ സൈഡിൽ നിന്ന് ഇപ്പം ആ സൈഡിലെത്തിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് മുന്നിലോട്ട് പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ബിക്കോസ് മുന്നിലും കുറച്ച് വണ്ടികൾ സ്റ്റക്കായിട്ട് കിടപ്പുണ്ട്. എനിക്ക് കോളെല്ലാം ഇങ്ങോട്ട് തിരിച്ചു വന്നു. പക്ഷേ ഇങ്ങനെ ആദ്യമായിട്ടാട്ടോ ഞങ്ങൾ ജർമ്മനിയിൽ കാണുന്നത്. ജർമ്മനിയിലല്ല, ഞങ്ങളുടെ സ്റ്റേറ്റിൽ ഇത്ര സ്നോഫോൾ ഞങ്ങൾ വന്നതിന് ശേഷം അന്ന് 2 ആഴ്ച മുന്നേ അങ്ങനെ ഉണ്ടായിരുന്നു, ഡിസംബർ ലാസ്റ്റ് വീക്ക്. അതിന് ശേഷം ഇപ്പോഴാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നല്ല ഒരു 2-3 ഇഞ്ചോളം സ്നോ പെയ്തിട്ടുണ്ട് കേട്ടോ. അത് കൂടുതലുണ്ട് തോന്നുന്നു. ഇന്നലെ തൊട്ട് പെയ്യാണ്, ഇപ്പോഴും പെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷെ എല്ലാവരും സഹായിക്കാൻ വരുന്നുണ്ട്. സൗണ്ട് കേട്ടപ്പോൾ എല്ലാവരും ഇറങ്ങുന്നുണ്ട്. എന്താ ചെയ്യാനാ, അത് ഡേഞ്ചറസ് ആണ്. അതിൻ്റെ അടുത്ത് നിൽക്കുന്നതും വണ്ടി സ്ലിപ്പായി പോവേ. അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് ഇറ്റ്സ് ക്വൈറ്റ് ഡേഞ്ചറസ്. അപ്പം കുറേ നേരം കൊണ്ട് ക്ലീൻ ചെയ്യുക. ഇപ്പം സമയം 2 മണിയായി ഗൈസ്. ഇന്നലെ രാത്രി 8 മണിക്ക് പെയ്യാൻ തുടങ്ങിയ സ്നോ ആണ്, ഇതുവരെ നിന്നിട്ടില്ല. ഇതാ പിള്ളേർ വൈകക്കുട്ടി അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണ്. ആ കുട്ടി ഇവിടെ വന്നിട്ട് 2 എഗ്ഗ് മേടിച്ചുകൊണ്ട് പോവാണ്. ഇതാ പോണു, അവളുടെ ക്ലാസ്മേറ്റാണ്. ടീച്ചർ ഒരു സാധനം. ഇന്ന് രാവിലത്തെ കാഴ്ചയാണ് ഗൈസ്. ഇന്ന് ജനുവരി 27 ആണ്. നല്ല വെയിൽ വന്നിട്ടുണ്ട്. ഐ ഹോപ്പ് ഈ സ്നോ എല്ലാം ഒതുങ്ങി പോകുന്നു. പക്ഷേ നല്ല ഹെവി സ്നോ ആയിരുന്നു ഗൈസ്. നമുക്കാണെങ്കിൽ വണ്ടി എടുക്കണം. ശ്രീനേട്ടനാണെങ്കിൽ ഇവിടുന്ന് ഓടി അങ്ങോട്ട് പോയി. ഞാൻ എങ്ങനെ പോകും? ഞാൻ ഇപ്പുറത്തുനിന്ന് വരാം. എന്നാ ശ്രീനേട്ട വണ്ടി എന്തേലും എടുക്കുമല്ലേ? ഞാൻ മെയിൻ റോഡിൽ കൂടെ വരാം. ഇതിൽ കൂടെ എനിക്ക് ഓടാൻ പറ്റില്ല. അവസ്ഥ നോക്കൂ. അയ്യോ, ഗേറ്റ് ഫുള്ള് ഇതായിട്ടിരിക്കുക, ബ്ലോക്ക് ആയിട്ടിരിക്കുക. ഈശ്വരോ, ഞങ്ങൾ ഈ ഭഗവാനെ ഈ വണ്ടി എങ്ങനെ എടുക്കും?
അയ്യോ, വണ്ടി എങ്ങനെ എടുക്കും? ഇതില്ലേ ആ മണ്ണ്, ഇത് സ്നോ കളയുന്ന സാധനം ഇല്ലേ? നന്നായി. ഞങ്ങൾക്ക് ഗ്രോസറി ഒന്നും ഇല്ല, സാധനങ്ങൾ മേടിക്കണമെങ്കിൽ ഇപ്പോൾ ഒന്ന് പുറത്ത് പോയാലേ പറ്റത്തുള്ളൂ. ഇന്നലെയും മിനിങ്ങാന്നൊക്കെ സ്നോ കാരണം കൊണ്ട് പോയില്ല. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല, വീട്ടിൽ പാല് പോലും ഇല്ല. ഈശ്വരാ, ഇതെങ്ങനെ എടുക്കും? ഇന്ന് ട്യൂസ്ഡേ ആണ്, 27 ജനുവരി. ഇപ്പം വൈകുന്നേരം 4 മണിയാവണം. അപ്പോൾ ഞാൻ ശ്രീനട്ടൻ്റെ കൂടെ ഞാൻ ഒന്ന് പുറത്തിറങ്ങിയ സാധനങ്ങൾ മേടിക്കാൻ. കാണുന്നതേ ഇല്ല. അയ്യോ, ലുക്ക് അറ്റ് ദിസ് ഗൈസ്. ഞാനിതിൽ കൂടെ എങ്ങനെ ഇറങ്ങും? അപ്പം അങ്ങോട്ട് പോകണമെങ്കിൽ ഈ മഞ്ഞെല്ലാം എടുത്ത് മാറ്റിയാലേ പോകാൻ പറ്റത്തുള്ളൂ. ഇത് കഷ്ടമാണ്. ഞാൻ അങ്ങോട്ട് വരാം. ഇത് നോക്കൂ. അയ്യോ, ഇനി ഞാൻ ചെയ്യാം, കുറച്ചുകൂടി ഞാൻ ചെയ്യാം. ശ്രീനട്ട പറയുന്നത്, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് സ്നോ എടുക്കണ്ട. ഓ, ഞാനോട് കുറച്ച് സ്നോ ഒക്കെ മാറ്റി, പക്ഷെ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല കൈ. പതുക്കെ 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 രണ്ട് സൈഡിൽ നിന്ന് കുറച്ചൊക്കെ മാറ്റിയിടോ. നടുക്കൂന്ന് മാറ്റി രണ്ട് സൈഡിലോട്ട് ഇട്ടു. വണ്ടി തിരിക്കാനാണ് ബുദ്ധിമുട്ട്. ഞങ്ങൾ 2 ദിവസമായി വണ്ടി എടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് നല്ല സ്നോ ആയിട്ട് റോഡ് ഫുള്ള് സ്നോ ആയിരുന്നേ. അപ്പോൾ ഞങ്ങൾ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ വണ്ടി പോലും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടിലൊന്നുമില്ല, ഗ്രോസറീസ് എല്ലാം കഴിഞ്ഞു, പാലെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്നും പോയില്ലെങ്കിൽ ചിലപ്പോൾ 2-3 ദിവസം ഇനി സ്നോ ആണെങ്കിൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ടാണ് എല്ലാവരും പറയണത്, ലൈക്ക് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, വിൻ്റർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എസ്പെഷ്യലി ജർമ്മനിയിലും ഇങ്ങനത്തെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ വിൻ്റർ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ സ്റ്റോക്ക് ആക്കി വെക്കണമെന്ന്. ലൈക്ക് എപ്പോഴാണ് ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും വാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് 48 hours ഈ ടേബിൾസും മെഡിസിൻസും ഒക്കെ സ്റ്റോക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. പക്ഷെ നമ്മൾ വിൻ്ററിന് ഇത്രയും പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ കൈ നോക്കൂ, ഞാൻ ശ്രീനേട്ടന് കുറച്ച് നേരം ഹെൽപ്പ് ചെയ്തു കേട്ടോ സ്നോ മാറ്റാൻ. ഭയങ്കരമായി ഇപ്പോൾ എൻ്റെ കൈ. സീ ഇറ്റ്സ് സോ റെഡ്. ഇവിടെ മെയിൻ റോഡൊക്കെ ഐസ് മാറ്റി, പക്ഷേ നമ്മുടെ നാരോ റോഡ്സിലെ ഉള്ളിലോട്ടുള്ള ഗലി മാതിരി അവിടെ നിന്നും ഐസ് നമ്മൾ തന്നെ മാറ്റണം. ഞങ്ങളുടെ ആണെങ്കിൽ ഗ്യാരേജ് തുറന്നപ്പം തന്നെ ഒരു കുന്ന് ഐസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറ്റാതെ നമ്മുടെ വണ്ടി അങ്ങോട്ട് ഇറക്കാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഒരു 5 ഇഞ്ചെങ്കിലും ഉണ്ടല്ലേ സ്നോ? 30 inches സ്നോ. 30 inches സ്നോ ഉണ്ട്. ഓ മൈ ഗോഡ്. അമ്മ വണ്ടി
ഇന്നലെ സ്നോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. സ്നോ ഒക്കെ മെൽട്ടായി പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ജാനുവരി 29th പിന്നെയും സ്നോ പെയ്യാൻ തുടങ്ങി. അതിൻ്റെ കൂടെ ഇടയ്ക്ക് ഇച്ചിരി മഴയും കൂടെ ഉണ്ട്. പക്ഷേ പോയ സ്നോ എല്ലാം പിന്നെയും തിരിച്ചു വന്നു. ഇന്നലെ രാത്രി തുടങ്ങിയത് സ്നോ ആട്ടോ. ഇന്നലെ എനിക്ക് തോന്നുന്നു ഒരു 10-10:30 വരെ സ്നോ ഇല്ലായിരുന്നു. അതിന് ശേഷം തുടങ്ങിയതാണ്. മെൽട്ടായി പോയ സ്നോ എല്ലാം തിരിച്ച് രാത്രി ഫുൾ പെയ്ത് റോഡ് മൊത്തം സ്നോ ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ഇന്ന് തൊട്ട് സ്കൂൾ സൗപ്പൂന് ഇന്ന് തുറന്നു. വൈകിക്ക് ഇന്നലെ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീനേട്ടൻ രാവിലെ വിടാൻ പോയപ്പം ബസ് സ്റ്റോപ്പിൽ വിടാൻ പോയപ്പം ബസ് വന്നിട്ടില്ല. അപ്പോൾ ശ്രീനേട്ടൻ കുട്ടികളെ വിടാൻ പോയിക്കാണ്. ഇപ്പോൾ 8:30 രാവിലെ. എനിക്ക് ലോഗിൻ ചെയ്യേണ്ട സമയമായി. ഫുൾ സ്നോ ആയിട്ട് കിടക്കുകയാണ്. ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ വീക്കെൻഡ്. അപ്പോൾ ഒരു ദിവസം കൂടി വെള്ളിയാഴ്ച വർക്ക്. അങ്ങനെ ജാനുവരി 2026 കഴിയുവാണ് ഗൈസ്. അങ്ങനെ ഫ്രഷ് എയറൊക്കെ കൊണ്ട് ഞാൻ ഇനി ജോലിക്ക് കയറട്ടെ ഗൈസ്. അപ്പം ബസന്തി രാമു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതാണ് ഗൈസ് ഞങ്ങളുടെ 2 രത്നങ്ങൾ.